ഡോക്ടർ ഐഷ, നമസ്കാരം. നിങ്ങളുടെ ഈ പ്രവൃത്തി ഞാൻ എന്നെന്ന് ഓർത്തിരിക്കും. എൻ്റെ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും, എനിക്കറിയാവുന്നവരോടൊക്കെ പറയും. ഇത് പ്രധാനമന്ത്രിയുടെ അടുത്ത് വരെ എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. നിങ്ങളുടെ കൂടെ എപ്പോഴും ഞാൻ ഈ കാര്യത്തിലുണ്ടാവും. പിന്നെ അവിടെ വന്നെന്ന് വീഡിയോ എടുക്കാനോ അതെടുത്ത് പോസ്റ്റ് ചെയ്യാനെന്നുള്ള സമയവും സാഹചര്യവും എനിക്കില്ല. അതിന് ക്ഷമിക്കുക. എന്നാലും എന്നെ കൊണ്ടാവുന്ന ഞാൻ ചെയ്യുകയാണ്. നമ്മുടെ ഈ കേരളം, പ്രബുദ്ധ കേരളം, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ താമസിക്കുന്ന കേരളം, ഈ കേരളത്തിലാണ് ഇതുപോലൊരു തറവേല നടക്കുന്നത്. തൻ്റെ കയ്യിൽ നിന്ന് പണവും സ്വർണവും ഒക്കെ തട്ടിയെടുത്തു എന്നൊരു പരാതിയും അവർ ഉന്നയിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ ഡോക്ടർ ഐഷ തന്നെ നേരിട്ട് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കാര്യങ്ങൾ എന്നെയും എൻ്റെ മകളെയും ലിറ്ററലി അബാൻഡൻ ചെയ്തിട്ടാണ് ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നത്. അപ്പം എൻ്റെ അവകാശങ്ങളൊക്കെ തിരിച്ചു തന്ന് 100 പവൻ സ്വർണ്ണമുണ്ട്, ഒരു 15 ലക്ഷം രൂപയുണ്ട്, 10 വയസ്സുള്ള മകൾ ഞങ്ങൾക്കുണ്ട്. അവളുടെ കാര്യത്തിൽ കൃത്യമായൊരു തീരുമാനം ഉണ്ടാവണം. അതുപോലെ അർഹിക്കുന്ന നഷ്ടപരിഹാരവും എനിക്ക് വേണം. ഇതൊക്കെ പറഞ്ഞ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു സമരമാണിത്. അതോടൊപ്പം എനിക്ക് ഡിവോഴ്സും വേണം അദ്ദേഹത്തിനടുത്തുനിന്നും. ഡോക്ടർ ഐഷ ഈ കാര്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇത് ഒരുപാട് മുസ്ലിം സഹോദരികൾക്ക് സഹായകമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡോക്ടർ ഐഷയുടെ കൂടെയാണെന്ന് പറഞ്ഞത്. പലർക്കും ഈ മുസ്ലിം സമുദായത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ അത് പുറത്തു പറയാനായിട്ടൊരു മടിയാണ്. എന്താണെന്ന് വെച്ചാൽ അവർ മൈനോറിറ്റിയാണ്, അതുകൊണ്ട് അവരുമായിട്ടൊരു പ്രശ്നത്തിന് പോകണ്ട എന്നൊക്കെയുള്ളൊരു ചൊല്ലുപിടിയുണ്ട്. ഇതൊക്കെ അവിടെ തൽക്കാലം മാറ്റി നിർത്ത്, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇദ്ദേഹം മറ്റൊരു വിവാഹം കഴിക്കുന്ന എന്തെങ്കിലും ഡോക്ടർ അറിഞ്ഞിരുന്നോ? ഇല്ല, ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാനിവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ എൻ്റെ മഹലും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അത് കോഴിക്കോട്